ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ NS ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ള ട്രാവലിംഗ് വ്ളോഗെന്ന് വെച്ചാൽ നമ്മളെവിടെ പോകുമെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം കൊട്ടാരക്കരയിലുള്ള മീൻപിടിപ്പാറയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ കിഡ്സിന് 10 രൂപയും അഡൾട്ട്സിന് 20 റുപ്പീസ് ഒന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വിചാരിച്ചു. ഇപ്പം നല്ല വേനലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ വെള്ളമുള്ള സ്ഥലത്ത് പോകാമെന്ന് തന്നെ കരുതുക. അങ്ങനെ നമ്മൾ പുറപ്പെട്ടതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയാണിതൊക്കെ. പിന്നെന്താ, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ. അതിൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലുണ്ട്, അതും കൂടെ നിൽക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെന്താ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയായിരുന്നു നമ്മുടെ ജഡായി പാർക്ക് ഉണ്ടായിരുന്നത്. നമ്മളവിടെ കയറിയില്ല, നമ്മൾ അതുവഴിയിലാണ് പോയതായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു അത്. അപ്പോൾ ഫൈനലി നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേനലൊക്കെ കാരണം ഇച്ചിരി വെള്ളം കുറവായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇച്ചിരി ഇതിന് മുമ്പൊക്കെ വരുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. നമ്മൾ നല്ല വേനലൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളം കുറവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കല്ലൊക്കെ നന്നായിട്ട് പായലൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പോകുമ്പം സൂക്ഷിക്കുക. അപ്പോൾ നമ്മളത് അവിടെ പോയി. പിന്നെ കിഡ്സിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു കുട്ടികൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ ഒരു ഇടവഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയപ്പോഴും ഈ പുഴകളൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പകുതി വഴി എത്തിയപ്പോഴേക്കും ഒരു ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഫുഡ് തന്നെയാണ് അവിടെ പോയിരുന്ന് തന്നെയാണ് കഴിച്ചത്. പോകുന്നവർ ദയവ് ചെയ്ത് അവിടെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത്. നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് ഗൈസ് അത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടാറ്റ, ബൈ ബൈ.